ആയുർവേദത്തിൽ അസുഖം എന്നൊന്നില്ലാത്രേ, മനസ്സും ആത്മാവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ സമയമാണിത്. നീ ഇങ്ങു പോരെ, ഒരു 2 ആഴ്ച ഇവിടെ വന്ന് നിൽക്ക്, എല്ലാം ശരിയാകും എന്ന് വല്യമ്മയുടെ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലെത്തുന്നത്. ആയുർവേദത്തിൻ്റെ 120 വർഷ പ്രൗഢ പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലമായ കോട്ടക്കൽ ആയുർവേദശാല തന്നെയാണ് ലക്ഷ്യം. വൈദ്യരത്നം PS വാര്യർ സ്ഥാപിച്ച് മരുമക്കത്തായ സമ്പ്രദായം അനുഗമിച്ചുകൊണ്ട് PK വാര്യർ ശതപൂർണിമയിലും തുടർന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല. 502 മുറിയിലെ ആ അജ്ഞാതവാസം ഒരുപാട് ഞാൻ ആസ്വദിച്ചിരുന്നു. ധാരയും ഉദ്വർത്തനവും വസ്തിയുമൊക്കെയായി 2 ആഴ്ച കാലത്തെ സുഖവാസം. എന്നെ ആകർഷിച്ച പ്രധാന ഘടകം അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും ആംബിയൻസും തന്നെയാണ്. ഡോക്ടർ മുരളീധരൻ സാറുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദിനേശ് സാറും മേഘ ഡോക്ടറും ഷിയാദ് സാറും അതീവ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി തന്നെയായിരുന്നു പരിചരണം. തെറാപ്പിസ്റ്റുമാരെ കുറിച്ചും നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ കുറിച്ചും എടുത്തു പറയേണ്ടതാണ്. സൂര്യാസ്തമയത്തോടു കൂടി അന്നത്തെ ചികിത്സയ്ക്ക് പരിസമാപ്തിയാക്കും. പിന്നെ വിസ്തരിച്ചൊരു കുളിയും കഴിഞ്ഞ് നേരെ പോകുന്നത് കോവിലകത്തിന് മുറ്റത്തുള്ള വിശ്വംഭര ക്ഷേത്രത്തിലേക്കാണ്. 1 നൂറ്റാണ്ടിൻ്റെ മഹിമയുമായി നിൽക്കുന്ന ആയുർവേദ ചികിത്സാ പാരമ്പര്യത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണിത്. വൈദ്യരത്നം PS വാര്യരും ആര്യവൈദ്യൻ P മാധവൻ വാര്യരും പത്മഭൂഷൺ PK വാര്യരും വസിച്ച ഈ കോവിലകത്തിൻ്റെ നാഥൻ സാക്ഷാൽ വിശ്വംഭരനാണ്. ഈ മുറ്റവും അതിനോടനുബന്ധിച്ച ഫാക്ടറിയും നൂറ്റാണ്ടുകളെ സൂചിപ്പിക്കുന്നതാണ്. ചരകൻ പറഞ്ഞതുപോലെ ഒന്നും അവിടെ പഴയതാവുന്നില്ല, മറിച്ച് പഴയത് പുതിയതാവുകയാണ്. കാലാതീതമാണ് ആയുർവേദം. ഈ ചികിത്സാശാഖയുടെ പ്രചാരണത്തിനും പ്രയോഗത്തിനുമായി എന്നും ഈ സാത്വിക സ്ഥാപനം ഇവിടെ നിലകൊള്ളട്ടെ.